of the 15th Kerala Legislative Assembly, and now I am reading the last para. നിയമസഭയിൽ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നയപ്രഖ്യാപനം. അത് ജനങ്ങൾക്ക് മുന്നിൽ വായിക്കാതെയുള്ള പ്രതിഷേധം, അസാധാരണ നീക്കം. ബില്ലുകളിൽ ഒപ്പിടാത്തതിനാൽ തനിക്കെതിരെ തെരുവിലും സുപ്രീം കോടതിയിലും രാഷ്ട്രപതിക്ക് മുന്നിലും സർക്കാർ ഉന്നയിച്ച പ്രതിഷേധത്തിലുള്ള ഗവർണറുടെ പ്രതികാരം നിയമസഭയിൽ സ്വീകരിക്കാനായി മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും കാത്തുനിന്നു. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കെത്തി നൽകിയ പൂച്ചെണ്ട് വാങ്ങി. പക്ഷേ മുഖത്ത് നോക്കിയില്ല. നയപ്രഖ്യാപന പ്രസംഗം വായിക്കും മുൻപുള്ള ആദ്യ വെടിയായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കണമെന്ന ഭരണഘടനാ ഉത്തരവാദിത്തം 1 മിനിറ്റും 17 സെക്കൻഡും കൊണ്ട് പൂർത്തിയാക്കി സഭ വിടുകയായിരുന്നു. All the challenges that are thrown our way, Jai Hind. അപ്രതീക്ഷിത നീക്കത്തിൽ ഭരണപക്ഷം ഞെട്ടി. സ്പീക്കറുടെ മുഖത്ത് അത് പ്രകടമായിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഗവർണറുടെ ഇത്തരം പ്രതിഷേധം. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗം നയപ്രഖ്യാപനത്തിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. പക്ഷേ അതുകൊണ്ടല്ല ഗവർണർ നയപ്രഖ്യാപനം വായിക്കാത്തത്. ശക്തമായ കേന്ദ്ര വിമർശനം ഉണ്ടായിരുന്ന മുൻകാല നയപ്രഖ്യാപനത്തിൽ ആ ഭാഗം മാത്രം ഒഴിവാക്കി ഗവർണർ വായിച്ചിട്ടുണ്ട്. അല്ലാതെ പൂർണ്ണമായി വായിക്കാതിരുന്നിട്ടില്ല. അതായത് ഇന്നത്തെ നീക്കത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിലുള്ള രോഷമല്ല, ഈ സർക്കാരിനോടുള്ള പ്രതിഷേധം തന്നെ. ഗവർണറാണ് സർക്കാരിന്റെ തലവൻ. ആ സർക്കാർ ഉന്നയിക്കുന്ന വികസന നേട്ടങ്ങളും നയപരിപാടികളും പരസ്യമായി പറയാൻ ഗവർണർക്ക് താല്പര്യമില്ല. പക്ഷേ ഗവർണർ തന്നെ അംഗീകരിച്ച് ഒപ്പുവെച്ച നയപ്രഖ്യാപനമാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ വായിക്കാത്തത്. എല്ലാം നാടകമെന്ന പ്രതിപക്ഷത്തിന്റെ സംശയത്തിന് ബലം പകരുന്നതാണ് ഇവയെല്ലാം. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. കേന്ദ്ര വിമർശനമാണ് പ്രശ്നമെങ്കിൽ നയപ്രഖ്യാപനത്തിലുള്ളത് തീവ്രതയില്ലാത്ത വിമർശനമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. സത്യത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ധനകാര്യ സംബന്ധിയായ ചില കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ കേന്ദ്രത്തിനെതിരായ കാര്യമായിട്ടുള്ള ഒരു വിമർശനവും ഇതിനകത്തില്ല. ഗവർണറുടെ നീക്കം ഞെട്ടലുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ഏറ്റുമുട്ടലിനില്ലെന്ന തന്ത്രപരമായ നിലപാടിലാണ് സർക്കാർ. ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചതിന് തുല്യം തന്നെയാണ്. അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ വെടിനിർത്തലില്ലെന്ന ഗവർണറുടെ പ്രഖ്യാപനമാണ് നിയമസഭയിൽ കണ്ടത്. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.